ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. അന്ധനായ ഒരു ബാലൻ കുട്ടയിൽ കുറേ പഴങ്ങളുമായി റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങുകയാണ്. വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് അവൻ യാത്ര ചെയ്യുന്നത്. അതിനിടയിൽ ആളുകൾ തിക്കിത്തിരക്കി പായുന്നതിനിടയിൽ ഒരാൾ ആ ബാലനെ തട്ടുകയും അവൻ താഴെ വീഴുകയും അവൻ്റെ കുട്ടയിലുണ്ടായിരുന്ന പഴങ്ങളെല്ലാം പ്ലാറ്റ്ഫോമിലേക്ക് ചിതറുകയും ചെയ്തു. അവനെ തട്ടിയിട്ടയാൾ ദേഷ്യത്തോടെ അവനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് നടന്നു നീങ്ങി. എന്നാൽ അവൻ്റെ പിന്നാലെ വന്ന പുറപ്പെടാൻ കിടന്ന ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടതായ മാന്യനായ ഒരു വ്യക്തി അവനെ പിടിച്ചുയർത്തി അവൻ്റെ കയ്യിൽ നിന്നും വീണുപോയ പഴങ്ങളെല്ലാം പ്ലാറ്റ്ഫോമിൽ നിന്നും പെറുക്കിയെടുത്ത് അവൻ്റെ കുട്ടയിൽ വെച്ച് കൊടുത്തു. അവനെ ശരിയായ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഒരു ചെറിയ തുക അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം അവനോട് യാത്ര പറഞ്ഞ് നടക്കുവാൻ തുടങ്ങിയപ്പോൾ ആ ബാലൻ ഇപ്രകാരം അത്ഭുതത്തോടെ ആ മനുഷ്യനോട് ചോദിച്ചു, യജമാനനെ, അങ്ങ് യേശു ക്രിസ്തുവാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം താൻ ചോദിച്ചത് എന്ന് അന്ധനായ ബാലനോട് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ തൻ്റെ കുട്ടയിൽ നിന്നും പഴങ്ങളെല്ലാം താഴേക്ക് വീണപ്പോൾ, യേശു കർത്താവേ, അവിടുന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചിരുന്നു. ഉടനെയാണ് ഇപ്രകാരം ഒരു അത്ഭുതം സംഭവിച്ചത്. അതുകൊണ്ടാണ് അപ്രകാരം അവൻ ആ മനുഷ്യൻ യേശുവാണോ എന്ന് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ യേശു കർത്താവല്ല, യേശു കർത്താവിൻ്റെ ഒരു ശിഷ്യൻ മാത്രം. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള വലിയൊരു ദൗത്യമാണ് ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ളത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ താലന്തുകളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ കഴിവുകളുമെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ, അവരെന്നെ സഹായിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനുമുള്ള വലിയൊരു ദൗത്യം കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്രകാരം നമ്മൾ വിശ്വസ്തയോടുകൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ ദൗത്യം നിർവഹിക്കുന്നുണ്ടോ എന്ന് ഇന്നത്തെ പ്രഭാത ചിന്തയിലൂടെ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. അപ്രകാരമുള്ള നല്ല മാതൃകയുള്ള ജീവൻ നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന കേൾവിയിലൂടെ നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടും വിശ്വസ്തയോടും നിർവഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരുടെ വീഴ്ചയിൽ അവരെ താങ്ങുവാനും കർത്താവെ, നീ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മറ്റുള്ളവരോടുള്ള മനസ്സലിവ് തോന്നി എളിവരെ സഹായിക്കുവാനും ആദരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.